അസ്സലാമു ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തിയുടെ റെസിപ്പിയാണ്. ഒരു നാടൻ രീതിയിലുള്ള ഒരു മന്തിയാണ് കേട്ടോ. അത് അറേബ്യൻ രീതിയിലുള്ള മന്തിയുടെ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചിക്കനിലും മട്ടനിലൊക്കെ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഈസി ആയിട്ടുള്ള മന്തി എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ചോറുണ്ടാക്കാൻ വേണ്ടി ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കഴുകി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ള ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചിക്കൻ എടുത്തിട്ട് ഒരു 4 പീസാക്കി എടുക്കുക. അങ്ങനെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കഷ്ണങ്ങളാക്കി എടുക്കുക. തൊലിയോട് കൂടി വേണമെങ്കിൽ എടുക്കുക. അങ്ങനെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ തൊലി കഴിക്കാത്തവരാണെങ്കിൽ തൊലി ഒഴിവാക്കിയിട്ട് ഇതുപോലെ എടുത്താൽ മതി. എന്നിട്ടൊരു ഇതുപോലെ ഫോർക്കോ അല്ലെങ്കിൽ ഒരു പപ്പടക്കോലോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക. നമുക്കറിയാമല്ലോ, വലിയ പീസാവുമ്പോൾ മസാലയൊക്കെ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുത്തി കൊടുക്കുന്ന സമയത്ത് മസാലക്കുള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ വരഞ്ഞു കൊടുക്കരുത് കേട്ടോ. വരഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ നമ്മൾ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കഷ്ണങ്ങളായിട്ട് പൊടിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂൺ മന്തി മസാല ചേർക്കുന്നുണ്ട്. ഈ മന്തി മസാലയുടെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മാഗി ക്യൂബ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. വീട്ടിലുണ്ടാക്കിയിട്ടുള്ള മാഗി ക്യൂബ്സാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. 1-2 ക്യൂബ്സ് നമുക്ക് ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ, മാഗി ക്യൂബ്സിൻ്റെ. ഞാനെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഇനി നമ്മൾ ഒരു വലിയ ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒരുപാട് ചേർക്കരുത്. ഇനി നമ്മൾ കളറിന് വേണ്ടിയിട്ട് കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെർമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് കളർ വേണമെങ്കിൽ ചേർക്കാം. വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് കളർ ഇല്ലാണ്ട് നമുക്ക് ചെയ്യാം. ഇതുപോലെ ബീട്രൂട്ട് ജ്യൂസ് ചേർക്കുകയാണെങ്കിലും നല്ല കളറ്, ഒരു അധികം റെഡല്ല കിട്ടുന്നത്, ഒരു പിങ്കിഷ് കളറാണ് കിട്ടുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ബീട്രൂട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാണ് നല്ലത്. ഇത് ചേർത്തെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്തിട്ട് ശരിയാക്കുക. ഇതിലേക്ക് ഒരിക്കലും നിങ്ങൾ മുളക് പൊടി ചേർക്കരുത് കേട്ടോ. മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് മൊത്തം മാറും. പച്ചമുളക് എത്രയും നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഒരു 120 ml ഓയിൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവൻ നമ്മൾ ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മാറ്റി വെക്കാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ ചോറ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓയിലും കൂടെ ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഓയിലൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ഒരുപാട് സമയം വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. തലേ ദിവസമൊക്കെ രാത്രി നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ചോറുണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇനി ഇതിലേക്ക് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 ഉണങ്ങിയ നാരങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക്, അതുപോലെ ഒരു 4 ഏലക്ക, 4 ഗ്രാമ്പൂ, ഒരു കഷ്ണം പട്ട, ഇതെല്ലാം കൂടെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് മസാലയൊന്നും നമുക്കിതിലേക്ക് ആവശ്യമില്ല, ഇത്രയൊക്കെ മതി കേട്ടോ. 1 കിലോ ചിക്കൻ 1 കിലോ റൈസ് എടുക്കുന്ന ഈ ഒരളവിലേക്ക് ഇത്രയും മസാല മതി. അപ്പോൾ നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാനിതൊരു 2 മണിക്കൂർ മാത്രമാണ് മാറ്റി വെക്കുന്നത്. എനിക്ക് അത്രേ സമയമുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ സമയം നേരത്തെയൊക്കെ റെഡിയാക്കാൻ ഉദ്ദേശമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിലേറെ കുറച്ചുകൂടെയൊക്കെ സമയം മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയമൊന്നും കിട്ടൂല കേട്ടോ വെക്കാനായിട്ട്. ഒരു മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കാൻ ശ്രമിക്കുക. ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കുക. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ചോറ് റെഡിയാക്കുക. അതിലേക്കുള്ള സാധാരണ മന്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെള്ളം വറ്റിച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്, ചിക്കൻ വേവിച്ച വെള്ളത്തിലൊക്കെ. ഇത് നമ്മൾ തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാല മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ഏലക്ക, 3 ഗ്രാമ്പൂ, ഒരു കഷ്ണം പട്ട. ഒരുപാട് മസാലയൊന്നും ഇതിലേക്ക് ചേർക്കണില്ല. ഇതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ്. ഒരു 20 മിനിറ്റ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്, ലോങ് ഗ്രെയിൻ ബസ്മതി റൈസാണ്. അപ്പോൾ നിങ്ങൾ അറേബ്യൻ റൈസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏത് സെല്ല റൈസിലാണോ ഏത് റൈസിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് നീളമുള്ള അരിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് അരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കേണ്ടത്. ശരിക്കും അരി തിളച്ച് വരുന്ന സമയത്ത് ഓയിൽ ചേർക്കുന്ന ഈ ഒരു ചോറിന് നല്ല സോഫ്റ്റ് ആയിരിക്കും ചോറ്. അത് നിങ്ങൾ ബിരിയാണി ചെയ്യുന്ന സമയത്തൊക്കെ അതുപോലെ തന്നെ ചെയ്യുക. നേരത്തെ വെള്ളത്തിൽ ഒഴിക്കാതെ അരി തിളക്കുന്ന സമയത്ത് ഒഴിക്കുക കേട്ടോ. അത് ചെറിയൊരു ടിപ്പാണ്. അപ്പോൾ നമ്മുടെ അരി പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് നമ്മൾ ശരിക്ക് കഴിക്കാൻ പാകത്തിന് തന്നെ വേവിച്ചെടുക്കണം. നമ്മൾ ബിരിയാണിയിലേക്ക് വേവിക്കുന്ന പോലെ അല്ല കേട്ടോ. ഒരു 3/4 വേവാക്കിയൊന്നും എടുക്കരുത്. സാധാരണ പാകത്തിന് നമ്മൾ വേവിച്ചെടുക്കുക. നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പാകത്തിനൊക്കെ നമ്മൾ ഈ ഒരു അരി വേവിച്ചെടുക്കുക. വേവിച്ചിട്ട് നന്നായിട്ട് ഊറ്റിയെടുക്കുക.
ഊറ്റിയെടുത്ത പാടന്നെ നമ്മൾ നേരത്തെ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ചിക്കൻ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നല്ല തീ തന്നെ നമ്മളിതൊന്ന് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് ഇതായി വരുന്ന സമയത്തൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ തീ കുറച്ച് വെച്ചിട്ട് അങ്ങനെ അടച്ചു വെക്കരുത് കേട്ടോ. അപ്പോൾ ചിക്കനിന് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ടാണ് നമ്മൾ നല്ല തീയിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ചിക്കനിന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോറിന് ആ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ തിരിച്ചിട്ടിട്ട് നമ്മൾ കുറച്ച് പച്ചമുളകും കൂടെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള ചോറ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. പ്രത്യേകിച്ച് ഒരു പണിയില്ല, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് മുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ എരിവ് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ ചോറ് കഴിക്കുന്ന സമയത്ത് കൈ വെച്ചിട്ട് ഒന്ന് ഞരടിയിട്ട് ചോറിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കണമെങ്കിൽ നല്ല എരിവും കിട്ടും. ഇനി കുറച്ച് മഞ്ഞളാണ്, അത് കുറച്ച് വെള്ളത്തിൽ തന്നെയാണ് ഞാൻ കലക്കിയെടുത്തിട്ടുള്ളത്. പാലിലോ നിങ്ങൾക്ക് കലക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ കനലൊന്ന് റെഡിയാക്കി എടുക്കുക. ചാർക്കോളിൻ്റെ പീസ് ഇതുപോലെ സ്റ്റൗവിൽ വെച്ചിട്ടാണ് കത്തിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ കനലായതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ചോറിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിറകടുപ്പുള്ളവരാണെങ്കിൽ ഡയറക്റ്റ് അതിന് കനലെടുത്തിട്ട് ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ വിറകടുപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതുപോലെ കരിക്കട്ട കത്തിച്ചിട്ട് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് ആ ഒരു പുക പോകുന്നതിന് മുമ്പായിട്ട് അടച്ചു വെക്കുക. ഇനി ഇത് നമ്മൾ വളരെ ചെറിയ തീയിലിട്ടിട്ട് ഒരു അരമണിക്കൂർ നമ്മളിത് ദം ചെയ്തെടുക്കണം. നല്ല നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആവുള്ളൂ. ചിക്കൻ കരിയാൻ പാടില്ല കേട്ടോ. നല്ല ചെറിയ തീയിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക. കരിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം നമ്മുടെ ആ ഒരു മന്തിയുടെ ടേസ്റ്റ് മൊത്തം മാറും. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മളൊരു 30 മിനിറ്റ് തന്നെ കറക്റ്റായിട്ട് നോക്കിയിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സമയം കൂടെ മാറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ തുറന്നിട്ടുള്ളത്. അപ്പോൾ തുറന്നിട്ട് നമ്മൾ കനലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് ചോറൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക കേട്ടോ. ചിക്കൻ അതിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് വേണം, ചിക്കൻ വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, കുറച്ച് മസാലയുടെ ഒരു ഭാഗം ഉണ്ടാവും, ആ ഭാഗത്ത് നമ്മൾ ഈ ഒരു ചോറും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൽ കുറച്ച് ആ ഒരു നല്ലൊരു ഫ്ലേവർ മൊത്തം അവിടെ താഴെയാണ് ചോറിൻ്റെ. അപ്പോൾ ആ ചോറ് മൊത്തം നമ്മൾ ആ ഒരു മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമുക്ക് ഉള്ളി അരിയാനോ തക്കാളി അരിയാനോ ഒന്നും നമുക്ക് സമയം ആവശ്യമില്ല കേട്ടോ. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മന്തിയാണ്. അപ്പോൾ ഇതും നമ്മുടെ നേരത്തെ അറേബ്യൻ മന്തിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്നും കുറച്ച് വ്യത്യസ്തമാണ്. രണ്ട് ടേസ്റ്റാണ്. രണ്ടും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. രണ്ടും ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണെങ്കിലും രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും വീട്ടിലുണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ മൊത്തം മാറ്റിയിട്ടുണ്ട്. അടിയൊന്നും ഒട്ടും തന്നെ കരിഞ്ഞിട്ടില്ല. അപ്പോൾ നല്ല പോലെ തന്നെ ചോറ് നമുക്ക് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുന്ന സമയത്ത് ചോറ് ഒരുപാട് കുത്തി കൊടുക്കരുത് കേട്ടോ. പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു പാത്രം വെച്ചിട്ടൊന്ന് തട്ടി കൊടുത്താലും മതി. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ ഇറച്ചി ഒന്നും കൂടെ ഒന്ന് പരത്തി വെക്കുന്നുണ്ട്. കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഇതിലേക്കോ സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്കാണെങ്കിൽ അങ്ങനെ ചോറ് ആദ്യം വിളമ്പിന് ശേഷം ഇറച്ചി അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഈ പാത്രത്തിൽ തന്നെ അങ്ങനെ വെക്കുകയാണ്. കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ടില്ല, അതുകൊണ്ടാണ് ഒന്ന് അടച്ച് വെക്കുന്നത്. അപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം വിളമ്പിയതാണ്. അപ്പോൾ ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ കാണാം.